ഇസ്രയേലിന്റെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ റിപ്പോർട്ടുകൾ ആഗോള സൈനിക വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആഴ്ചകളോളം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തെ തുടർന്ന് ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെ തടയാൻ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം ഗണ്യമായി കുറഞ്ഞതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ ബാധിച്ചേക്കാവുന്ന തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇസ്രയേലിന്റെ പക്കലുള്ള പ്രധാന മിസൈൽ പ്രതിരോധ ഉപകരണങ്ങളുടെ എണ്ണം ഇപ്പോൾ വെറും 2 അക്ക സംഖ്യയിലേക്ക് ചുരുങ്ങിയതായാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. തുടർച്ചയായി മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടയിൽ സംഭവിച്ച ഈ കുറവ് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രവർത്തനങ്ങളെ വല്ലാതെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ആക്രമണം കടുക്കുകയാണെങ്കിൽ ഇത് ഇസ്രയേലിന്റെ സുരക്ഷാ കവചത്തിന് വലിയൊരു വിള്ളലുണ്ടാക്കും. ഈ സാഹചര്യത്തിൽ എല്ലാ മിസൈലുകളെയും തടയുക എന്ന പഴയ നയത്തിൽ നിന്ന് ഇസ്രയേൽ മാറാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ആകാശത്തു കൂടി വരുന്ന ഭീഷണികളെ തരംതിരിച്ച് ജനവാസ മേഖലകളിലേക്കും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിലേക്കും എത്തുന്നവയെ മാത്രം പ്രതിരോധിക്കുക എന്ന സെലക്ടീവ് ഇന്റർസെപ്ഷൻ രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഇത് രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയാണ്. ദീർഘദൂര മിസൈലുകളെ തടയാൻ ഉപയോഗിക്കുന്ന ആരോ, അമേരിക്കയിൽ നിന്നെത്തിച്ച താഡ് തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങളുടെ ശേഖരം വലിയ തോതിൽ കുറഞ്ഞത് ഇസ്രയേലിനെ ആശങ്കയിലാക്കുന്നുണ്ട്. ആധുനിക യുദ്ധ ചരിത്രത്തിൽ ഇത്രയധികം മിസൈൽ ശേഖരം ഒരു രാജ്യം കുറഞ്ഞ കാലയളവിനുള്ളിൽ വിക്ഷേപിക്കേണ്ടി വരുന്നത് ഇതാദ്യമായാണ്. ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് കരുതപ്പെടുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ പോലും തുറന്നു കാണിക്കുന്നു. മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ കുറവ് കാരണം ഇസ്രയേലിന്റെ മണ്ണിൽ മിസൈൽ പതിക്കുന്ന നിരക്ക് കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും പ്രതിരോധം പരാജയപ്പെടുന്നതിനാലോ അല്ലെങ്കിൽ ഇന്റർസെപ്റ്ററുകൾ ലാഭിക്കാൻ വേണ്ടി അവ വിടാത്തതിനാലോ ആണ് ഇത് സംഭവിക്കുന്നത്. ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് തൊടുക്കുന്ന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നത് ഇസ്രയേലിന്റെ സൈനിക ആത്മവിശ്വാസത്തിന് വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. ഇസ്രയേലിന്റെ പ്രതിരോധം ഇപ്പോൾ വലിയ തോതിൽ അമേരിക്കൻ സഹായത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ സ്വന്തം ആയുധ ശേഖരവും നിലവിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. ഉക്രൈനിലേക്കും മറ്റ് ലോകരാജ്യങ്ങളിലേക്കും സൈനിക സഹായം നൽകുന്നതിനാൽ അമേരിക്കയ്ക്കും തങ്ങളുടെ ശേഖരം അമിതമായി ഇസ്രയേലിന് നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇത് ഇസ്രയേലിന്റെ സുരക്ഷയെ കൂടുതൽ അപകടത്തിലാക്കുന്നു. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്തു നിന്നുള്ള മിസൈൽ സാങ്കേതിക വിദ്യ വലിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടും ഇസ്രയേലിന് വെല്ലുവിളിയാണ്. റഡാറുകളെ വെട്ടിച്ച് കടന്നു പോകാൻ ശേഷിയുള്ള മിസൈലുകൾ ഇസ്രയേലിന്റെ ഐറൺ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ നിരന്തരം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആകാശത്തെ കവചം ഭേദിക്കപ്പെടുന്നു എന്ന വാർത്തകൾ ശത്രു രാജ്യങ്ങൾക്ക് വലിയൊരു രാഷ്ട്രീയ വിജയമായാണ് അവർ കണക്കാക്കുന്നത്. ഇസ്രയേൽ ജനതയ്ക്കിടയിലും ഈ സാഹചര്യം വലിയ ഭീതി പടർത്തുന്നുണ്ട്. സുരക്ഷിതരാണെന്ന വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. മിസൈൽ സൈറണുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലേക്ക് ഓടുന്ന ജനങ്ങൾ തങ്ങളുടെ സുരക്ഷാ കവചം തകരാറിലാണെന്ന റിപ്പോർട്ടുകളെ ആശങ്കയോടെയാണ് കാണുന്നത്. ഇത് സർക്കാരിനെതിരെയുള്ള ജനവികാരം വർദ്ധിപ്പിക്കാനും ഇടയാക്കും. ഹിസ്ബുള്ളിയുടെ പക്കലുള്ള റോക്കറ്റുകളെയും ഡ്രോണുകളുടെയും എണ്ണം വളരെ കൂടുതലാണ്. ദിവസവും 100 കണക്കിന് റോക്കറ്റുകളാണ് അവർ ഇസ്രയേലിലേക്ക് വിടുന്നത്. ഇത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്താനുള്ള ഒരു തന്ത്രമായാണ് വിദഗ്ധർ കാണുന്നത്. ആയുധങ്ങൾ തീരുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേലിനെ എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇസ്രയേലിന്റെ സായുധ സേനയായ IDF തങ്ങളുടെ ആഭ്യന്തര ആയുധ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും സാങ്കേതിക പരിമിതികളും തടസ്സമാണ്. ആഗോളതലത്തിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറിയതും ഇസ്രയേലിന് തിരിച്ചടിയാകുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കായി ആയുധങ്ങൾ കരുതി വെക്കുകയാണ്. മിസൈൽ പ്രതിരോധത്തിലെ ഈ പ്രതിസന്ധി ഇസ്രയേലിനെ കൂടുതൽ ആക്രമണകാരികളാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾ മിസൈൽ അയക്കുന്നത് തടയാൻ അവരുടെ വിക്ഷേപണ കേന്ദ്രങ്ങൾ തന്നെ മുൻകൂട്ടി തകർക്കുക എന്ന നയത്തിലേക്ക് ഇസ്രയേൽ കടന്നേക്കാം. ഇത് യുദ്ധത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും കൂടുതൽ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമാക്കുകയും ചെയ്യും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിന്റെ പ്രതിച്ഛായയ്ക്കും ഇത് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന ഒരു സേനയ്ക്ക് ആയുധങ്ങൾക്കായി അമേരിക്കയുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. മേഖലയിലെ ഇറാന്റെ സ്വാധീനം ഇതോടെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. മിസൈലുകൾക്ക് പുറമെ ഡ്രോൺ ആക്രമണങ്ങളും ഇസ്രയേലിന് തലവേദനയാകുന്നു. ഡ്രോണുകളെ കണ്ടെത്താൻ റഡാറുകൾക്ക് പ്രയാസമാണ്. അവയെ തടയാൻ ഉപയോഗിക്കുന്ന ചെറിയ ഇന്റർസെപ്റ്ററുകളും തീർന്നു തുടങ്ങി. ഇത് ആകാശത്തെ സുരക്ഷാ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ സമ്മർദ്ദത്തിലാക്കി. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് ആയുധം നൽകുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് ആഗോളതലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. അമേരിക്ക മാത്രമാണ് ഇപ്പോൾ ഏകയാശ്രയം. എന്നാൽ അമേരിക്കൻ നയങ്ങൾ മാറുന്നത് ഇസ്രയേലിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയേറുകയാണ്. ആയുധം കൊണ്ട് മാത്രം ഈ പോരാട്ടം ജയിക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള കർശന നിലപാടുകൾ ചർച്ചകളെ അസാധ്യമാക്കുന്നുണ്ട്. ആയുധങ്ങൾ തീരുന്നത് വരെ യുദ്ധം തുടരുക എന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രയേലിന്റെ പ്രതിരോധം ദുർബലമാണെന്ന വാർത്തകൾ ഇറാനെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിലായി മാറും. നാറ്റോ സഖ്യകക്ഷികളും ഈ വിഷയത്തിൽ ഗൗരവമായ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ വരും കാല യുദ്ധങ്ങളിൽ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് അവർ പഠിക്കുകയാണ്. ഇസ്രയേലിലെ ഈ സാഹചര്യം ഒരു വലിയ പാഠമായാണ് ആഗോള സൈനിക ശക്തികൾ കാണുന്നത്. ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നുമുണ്ട്. ഇത് മിസൈലുകളേക്കാൾ ചിലവ് കുറഞ്ഞതും പരിധിയില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. പക്ഷേ ഈ സാങ്കേതിക വിദ്യ പൂർണ്ണമായും സജ്ജമാക്കാൻ ഇനിയും സമയമെടുക്കും. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഇത് മതിയാക്കില്ല. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഈ മിസൈൽ പ്രതിസന്ധിയും തമ്മിലും ബന്ധമുണ്ട്. ആയുധങ്ങൾ തീരുന്നതിനാൽ ഒരു വെടിനിർത്തലിലേക്ക് മാറാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദമുണ്ട്. എന്നാൽ അത് തങ്ങളുടെ പരാജയമായി കണക്കാക്കപ്പെടുമോ എന്ന പേടിയും അവർക്കുണ്ട്. ഇസ്രയേലിന്റെ ഈ അവസ്ഥ മറ്റു രാജ്യങ്ങൾക്കും ഒരു താക്കീതാണ്. അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്നും സുസ്ഥിരമായ വിതരണ ശൃംഖല അത്യന്താപേക്ഷിതമാണെന്നും ഇത് തെളിയിക്കുന്നു. യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ ആയുധശേഖരം വലിയൊരു വെല്ലുവിളിയായി മാറും. ഒരുപക്ഷെ ഇസ്രയേൽ തങ്ങളുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആകാശത്തെ സുരക്ഷാ കവചങ്ങൾ വിറയ്ക്കുമ്പോൾ രാജ്യം മുഴുവൻ ആശങ്കയിലാകുന്നു. നയതന്ത്രപരമായും സൈനികപരമായും വലിയൊരു മാറ്റം വരുത്താതെ ഈ പ്രതിസന്ധി മറികടക്കാൻ ഇസ്രയേലിന് എളുപ്പമാകില്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ പോരാട്ടത്തിൽ ആയുധങ്ങളുടെ കുറവ് ഇസ്രയേലിനെ എവിടെ എത്തിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന സൂചനയാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്.